ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഏറ്റവും ഭയമുള്ള രണ്ട് നേതാക്കൾ ഫിറോസ് വരുൺ ഗാന്ധിയും മേനക ഗാന്ധിയും തന്നെയാണ്. ഇരുവരും ബി ജെ പിയിൽ നിന്നപ്പോഴൊക്കെ വലിയ നേട്ടങ്ങളാണ് പാർട്ടിക്കുണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. രണ്ടുപേരും അവർ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പി സ്ഥാനാർത്ഥികളായി നിന്നുകൊണ്ട് സുൽത്താൻപൂറിലും പിലിഭിറ്റിലും ജയിച്ചുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിലിഭിറ്റിൽ വരുൺ ഗാന്ധി 3 ലക്ഷം വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ സുൽത്താൻപൂറിൽ മേനക ഗാന്ധിയെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ ബി ജെ പിയിലെ നേതാക്കൾ പദ്ധതിയിട്ടിരുന്നു. എന്നിട്ടും അതിനെയൊക്കെ അതിജീവിച്ചവർ വിജയിച്ച് കാണിച്ചു കൊടുത്തു എന്നുള്ളത് നരേന്ദ്രമോദിയും സംഘത്തിനും വലിയ രീതിയിലുള്ള ആഘാതം തന്നെയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തി. യോഗി സർക്കാരിനെ തലങ്ങും വിലങ്ങും അതിശക്തമായി അദ്ദേഹത്തിനെതിരെ കൂരമ്പുകൾ പായിക്കുന്ന നേതാവ് തന്നെയാണ് ഫിറോസ് വരുൺ ഗാന്ധി. കർഷക സമരം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഫിറോസ് വരുൺ ഗാന്ധി എടുക്കുന്ന നിലപാടുകളെ ബി ജെ പിക്ക് ഒന്നും പറയാൻ പോലും കഴിയാത്ത രീതിയിൽ, ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവർ എപ്പോഴും അമാന്തരാകാറുണ്ട്. അതിന് കാരണമാകുന്നത് വരുൺ ഗാന്ധിയുടെ ശക്തമായ വാക്കുകൾ തന്നെയാണ്. ഏത് കാര്യവും പഠിച്ചതിന് ശേഷം മാത്രമേ വരുൺ ഗാന്ധി അത് പാർലമെൻറ്റിലായിരുന്നാലും പുറത്തായിരുന്നാലും അവതരിപ്പിക്കാറുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ആദ്യകാലങ്ങളിലൊക്കെ അതിതീവ്രമായി ഹിന്ദുത്വം ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകൾ വരുൺ ഗാന്ധി പറയുമായിരുന്നു. അതൊക്കെയാണ് ബി ജെ പിയിലേക്ക് അദ്ദേഹത്തിന് വളരെ ഈസിയായി പ്രവേശനം നൽകിയതും ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി പിലിഭിറ്റിലേക്ക് കൊണ്ടുവരാനുള്ള കാരണവുമായി പറയുന്നത്. പക്ഷേ ക്രമേണ വരുൺ ഗാന്ധി മതേതരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മൂല്യം എന്താണെന്ന് പഠിച്ചെടുക്കുകയും ഒടുവിൽ അദ്ദേഹം മതേതരത്വത്തോട് എല്ലാ രീതിയിലും അതിനോട് സമരസപ്പെടുകയും ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ് തന്നിലെ രാഷ്ട്രീയത്തിൻ്റെ ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്തതോടുകൂടിയാണ് ബി ജെ പി പ്രതിസന്ധിയിലായത്. ഇപ്പോൾ വരുൺ ഗാന്ധിയും മാതാവ് മേനക ഗാന്ധിയും ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുന്നതോടുകൂടി ബി ജെ പിയുടെ കട്ടയും പടവും ഉത്തർപ്രദേശിൽ ഏറെക്കുറെ മടങ്ങും എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും കൂടുതൽ ആഘാതം ഉത്തർപ്രദേശിലെ പിലിഭിറ്റ് അതുപോലെ സുൽത്താൻപൂർ മേഖലകളിൽ തന്നെയാണ്. ഈ മേഖലകളിൽ അതിശക്തമായി തന്നെ ബി ജെ പിക്ക് എതിരെയുള്ള തരംഗമുണ്ടാക്കാൻ ഇവർക്ക് കഴിയും. ദേശീയ നേതാക്കളായ ഇവർ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും ഒതുക്കാൻ വേണ്ടി ബി ജെ പി നേതാക്കൾ നടത്തുന്ന കളികൾ എല്ലാം അസ്തമിക്കും എന്ന് തന്നെയാണ് കണക്കൂട്ടൽ. അങ്ങനെ വരുമ്പോൾ അഖിലേഷ് യാദവിനും അതുപോലെ കോൺഗ്രസിനും വലിയ രീതിയിലുള്ള മുതൽക്കൂട്ടായിരിക്കും ഈ രണ്ട് നേതാക്കൾ. ഇവരെ പല മണ്ഡലങ്ങളിലും മാറ്റി പരീക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത്. വരുൺ ഗാന്ധി ഒരുപക്ഷെ അമേഠിയിൽ മത്സരിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അത്രയേറെ രാഷ്ട്രീയത്തിൽ ശക്തനായി കഴിഞ്ഞിരിക്കുന്നു വരുൺ ഗാന്ധി. വരുൺ ഗാന്ധി തിരിച്ച് നെഹ്റു കുടുംബത്തിലേക്ക് എത്തുന്നതും കോൺഗ്രസിന് അഭിവൃദ്ധി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതും എന്തുകൊണ്ടും അഭിലഷണീയമാണ് എന്നുള്ള കാര്യം തന്നെയാണ് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കുന്നത്.